ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വരെ റൈഡ് പോയാലോ? അപ്പോൾ വെൽക്കം ടു ഇവാമരിയാസ് വേൾഡ്. അപ്പം ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരു അത്യാവശ്യമായിട്ട് പോകാനുള്ളതായിരുന്നു കേട്ടോ. അപ്പം ട്രെയിൻ ടിക്കറ്റ് നോക്കി വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരി, നമ്മളുടെ ബുള്ളറ്റ് ഇരിക്കുമല്ലോ, നമുക്ക് ബുള്ളറ്റ് എടുത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് വെളുപ്പിന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഒരു 4-4:30 ഞങ്ങൾ ഇറങ്ങി. ഇച്ചിരി മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ദൈവമേ പെട്ടു എന്നൊക്കെ വിചാരിച്ചു. ബട്ട് വലിയ പ്രശ്നം വന്നില്ല. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ ചായ സ്പോട്ട്. ചായയും കടിയില്ലാതെ എന്ത് യാത്രയാണല്ലേ ഗൈസ്. ഇത് മൊത്തം ചായയും കടിയും തീറ്റയോട് തീറ്റയാണ് ഗൈസ് ഞങ്ങളുടെ ട്രിപ്പ് മൊത്തം. അപ്പോൾ രാവിലെ തന്നെ ചായയും നല്ല ചൂട് ഉഴുന്നുവടയും കഴിച്ചു ഗൈസ്. അപ്പം തന്നെ നേരമൊക്കെ വെളുത്ത് തുടങ്ങി. നല്ലൊരു ക്ലൈമറ്റ് അല്ലേ ഈ രാവിലെ ട്രാവലിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ആണെങ്കിൽ ഭയങ്കര വൈബാണ് കേട്ടോ. ആക്ച്വലി ഞാൻ ഇച്ചാനും കൂടെ ബുള്ളറ്റ് എടുക്കുമ്പോൾ തന്നെ കുറേ ഞങ്ങളിങ്ങനെ വിചാരിച്ചു ദൈവമേ അടിയാവോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ദൈവം സഹായിച്ച് അങ്ങനെ വലിയ അടിയൊന്നും ആയില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഒരിടത്തൂടെ ഇറങ്ങിയിട്ട് ഇരുന്നിരുന്നിരുന്ന് ബാക്ക് ചെറുതായിട്ടൊന്ന് വേദനിച്ചപ്പോൾ ഒന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ വീണ്ടും അടുത്ത ചായ സ്പോട്ടിലെത്തി ഗൈസ്. ചായ സ്പോട്ട് തന്നെ ആയിരിക്കും ഈ ഒരു വീഡിയോ മൊത്തം നിങ്ങൾ വിചാരിക്കും. കാരണം അമ്മാതിരി ചായ ഭ്രാന്തിയാണ് ഞാൻ ഇച്ചാനും. അവിടെ ഞാൻ ചായയും ബോണ്ടയുണ്ട്. ഇച്ചാൻ ഈ ചായ മാത്രമേ കുടിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ സ്നാക്സ് ഒന്നും കാണിക്കാത്തത്. മീൻസ് പുള്ളി സ്നാക്സ് ഒന്നും കഴിക്കാറില്ല. ഞാൻ ചായ ബോണ്ട നേരത്തെ ഉഴുന്നോട. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടല്ലോ, ഇത് ഏത് സ്ഥലമാണെന്നൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയാം. ഫസ്റ്റ് ടൈമാട്ടോ ഞാൻ കാണുന്നത്. ഈ നെൽപ്പാടത്തുനിന്ന് നെല്ലെടുത്തിട്ട് ഇങ്ങനെ ചാക്ക് കണക്കിന് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ലോറി കയറ്റി അയക്കുന്നത്. നമ്മൾ ഇങ്ങനെ ലോറി കൊണ്ടുവന്നേ കണ്ടിട്ടുണ്ട്. ബട്ട് ഇങ്ങനെ ലൈവായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ അവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇതെന്താ. അവർക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണെന്ന്. പിന്നെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. കുറച്ചൊരു കുറച്ച് ലോങ് ആയിരുന്നു. എനിക്കിപ്പോഴും കുഴപ്പമില്ല. ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഈ ഒരു ടെമ്പിളിൻ്റെ സൈഡിലുള്ള വാഷ്റൂം എൻ്റെ പൊന്നെ ഗൈസ്. ആക്ച്വലി പേയ്മെൻറ്റ് കൊടുത്തായിരുന്നു, ബട്ട് ഭയങ്കര മോശമായിരുന്നു. ഞങ്ങൾ അടുത്ത് വന്നത് നമ്മുടെ ശരവണ ഭവൻ. നമുക്ക് എപ്പോഴും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന, വെജ് ആണെങ്കിൽ പോലും നമുക്ക് നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ മസാല ദോശയും ഇച്ചാൻ ഇഡ്ഡലിയാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ ഒരു കോഫി. അവിടെ പോകുമ്പോൾ കോഫിയാണ് കേട്ടോ മെയിൻ. അങ്ങനെ ഞങ്ങളത് കൊച്ചി എത്തി ഗൈസ്. കൊച്ചി എത്തി നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കൊച്ചി ലുലുമാൾ. നമ്മുടെ ലുലു മാളിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ചെറുതശ്ശയായിട്ട് ട്രിവാൻഡ്രം ലുലു കണ്ടിട്ട് ഇതെന്താണ് ജുജുബി എന്നൊക്കെ പറയും. ആക്ച്വലി ഞങ്ങൾ പോയ കാര്യം നടന്നു കേട്ടോ. അതായത് ഞങ്ങൾ പോയ പർപ്പസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലുലുവിലോട്ട് പോയത്. അവിടെ പോയിട്ടാണ് ഒന്ന് ഫ്രഷായി. ഞങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊന്ന് ഫ്രഷായി. പിന്നെ ലുലുവിൽ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇച്ചാൻ പറഞ്ഞു പെട്ടെന്ന് പോകാം, കാരണം ലേറ്റ് ആവുന്നതിന് എത്തിയാലുണ്ടല്ലോ കുഞ്ഞിനെ എൻ്റെ വീട്ടിലാണ് കൊടുത്തിട്ട് പോയത്. അപ്പോൾ പിന്നെ കുഞ്ഞിനെ വീട്ടിലോട്ട് എടുത്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കവൻഡേഴ്സ് എന്നൊക്കെ ഡ്രിങ്ക്സൊക്കെ കുടിച്ചു. ഞാൻ ആ വീഡിയോ എടുത്തു, ബട്ട് എവിടെ പോയെന്ന് തപ്പി കണ്ടില്ല ഗൈസ്. പിന്നെ ലുലു മൊത്തം അങ്ങും ഇങ്ങൊക്കെ കറങ്ങി കേട്ടോ. നമ്മുടെ ലുലു പോലെ തന്നെ എന്താ പറയട്ടെ, കുറച്ച് കൺജസ്റ്റാണ്. നമ്മുടെ ട്രിവാൻഡ്രം ലുലു കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു ഇപ്പം കണ്ടില്ലേ ആ ഒരു സാധനം നമ്മുടെ ലുലുലില്ല കേട്ടോ. പിന്നെ നമ്മുടെ ലുലുന്ന് അവിടെ നിന്ന് വ്യത്യസ്തമാക്കിയെന്ന് പറയുമ്പം അവിടെ കുറേ ഇങ്ങനെ സ്റ്റാച്യൂസൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു 3-4 സ്റ്റാച്യൂ ഞാനത് ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എപ്പോൾ പോയാലും ഈ സ്വീറ്റ് കോൺ വാങ്ങിക്കും. പക്ഷേ ഇത്തവണ ഭയങ്കര ഫ്ലോപ്പായിരുന്നു, കൊള്ളിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഒരു ഹാങ് ഓവറൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഐ ലവ് കൊച്ചിയിൽ വന്നിട്ട് കൊച്ചി കാണാതെ പോയി അങ്ങനെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് മെട്രോ ആണ് മേലെ കൂടെ പോകുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ കൊച്ചിയിൽ വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇതാണ് ഞങ്ങളുടെ മയിൽ വാഹനം. പിന്നെ ഞങ്ങൾ ഈ മയിൽ വാഹനവും കൊണ്ട് ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ പോയി. മറ്റേ കരിമ്പും ഇഞ്ചിയും നാരങ്ങയൊക്കെ വെച്ചിട്ടൊരു റിച്ച് ആയിട്ടുള്ളൊരു കരിമ്പിൻ ജ്യൂസാണ് കേട്ടോ ഞങ്ങൾ കുടിച്ചത്. പിന്നെ ഇതിൻ്റെ പുറകിലൊരു തോട് പോലെ ആയിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നല്ല സീനറിയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ആസ്വദിച്ച് കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. പിന്നെ അടുത്ത ഞങ്ങൾ ഇറങ്ങിയെന്ന് പറയുന്നത് ഇതൊരു മുന്തിരി സോഡ ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഗ്രേപ്പിൻ്റെ ഈ സോഡ ഞാൻ കുടിക്കുന്നത്. ബട്ട് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് അടുത്ത് പോയത് നമ്മുടെ കിളിക്കൂട് കള്ള് കേട്ടോ. വേറൊന്നിനല്ല കേട്ടോ ഞങ്ങൾ പോയത്. ചെറിയൊരു പാർസൽ വീട്ടിലത്തേക്ക് വാങ്ങിക്കാനായിരുന്നു. പിന്നെ അവിടെ എടുത്ത് വെച്ചിരുന്ന കുറച്ച് ഫുഡൊക്കെ വീഡിയോ എടുത്തിട്ട് ഞങ്ങളിങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഇറങ്ങിയപ്പോഴത്തേനും നല്ലൊരു മഴ. പിന്നെ കുറച്ച് നേരം ഒതുങ്ങി നിന്ന് മഴ കുറഞ്ഞപ്പോഴത്തേനും വെച്ചാൽ ഒന്ന് വണ്ടിയിൽ കാറ്റടിക്കാനായിട്ട് പോയിട്ടോ. പിന്നെ വണ്ടിയിൽ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഈ സൈഡിൽ കണ്ടോ ബ്ലൂ കളറിൽ ചെടി ഇരിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. കുറേ ദൂരെ വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ KFCയും പിന്നെ നമ്മുടെ ജഡായു കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ ദൂരെ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ജഡായുവിൻ്റെ ഇത് കാണുന്നത് കേട്ടോ.
പിന്നെ അത് കുറച്ച് സ്ലോയിൽ എനിക്ക് വണ്ടി സ്ലോ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്തിട്ട് ചേട്ടായി കണ്ടില്ല എന്ന് ഇനി പറയണ്ടല്ലോ. അങ്ങനത്തെ നമ്മൾ വഴിയോരക്കടയിലെത്തി. നമ്മളെപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും നമ്മൾ വഴിയോരക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കുന്നത് മസ്റ്റാണ്. പിന്നെ ഇത്തവണ ചായയും ഇലയുടെയാണ് കേട്ടോ വാങ്ങിച്ചത്. ഇലയുടെ നൈസായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി, പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയത് നല്ല പണി ഉണ്ടായിരുന്നു റോഡിലൊക്കെ, അതുകൊണ്ട് തന്നെ ഇടിച്ചാണ് പോയത്. ബട്ട് നമുക്ക് ബുള്ളറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ദേ എത്തി ഗൈസ് നമ്മുടെ ട്രിവാൻഡ്രം സംസമിലോട്ട്. അങ്ങനെ നമ്മുടെ ട്രിവാൻഡ്രം കയറി ചായപ്പിടിക, സംസമിൻ്റെ ചായപ്പിടികയിൽ പോയി നല്ല കട്ടനും ബജ്ജിയും വാങ്ങിച്ച് കഴിച്ചിട്ടാ. ആക്ച്വലി ഞാൻ പറയില്ലേ, നമുക്ക് ബുള്ളറ്റിൽ പോകുമ്പോൾ ബാക്കിലിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് നല്ല പെയിൻ എടുക്കും. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ബാക്ക്, അതായത് ലാസ്റ്റ്. അപ്പോൾ ഇച്ചേനെ ഫ്രണ്ട് അവിടെ നമ്മുടെ കഴക്കൂട്ടത്തുണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ സ്കൂട്ടി വാങ്ങിച്ചിട്ട് പുള്ളിയുടെ അടുത്ത് ബുള്ളറ്റ് കൊടുത്ത് വിട്ടു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ. അങ്ങനെ പിന്നെ ഞങ്ങൾ തന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇതേ നമ്മുടെ ട്രിവാൻഡ്രം ലുലുവിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇതേ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഒടുക്കലത്തെ ട്രാഫിക്, ഒരു 1.5 ട്രാഫിക്, ബ്ലഡി സ്വീറ്റ്. ഈ വീഡിയോ എത്ര പേര് അവസാനം വരെ കണ്ടൊന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളായിട്ട് ഞങ്ങളുടെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.